بسم الله الرحمن الرحيم الحمد لله اللهم صل على محمد وآل كل والصحابة أجمعين أما بعد ബഹുമാനികളെ, ഇന്ന് നമുക്ക് ഉറക്കിനെ സംബന്ധിച്ചും അതിൽ ഉറങ്ങുമ്പോൾ പാലിക്കേണ്ട ആദാബുകളെ പറ്റിയും പറയാം. ചിലപ്പോൾ ദീർഘമായ ക്ലാസ്സുകളിലൂടെ സഞ്ചരിക്കും. ഇൻഷാ അല്ലാഹ് അല്പം എന്ന് പറയാം. ഉറങ്ങുക എന്നത് ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ശരീരത്തിന് അത്യാവശ്യമായ കാര്യമാണ് ഉറക്ക്. വജഅൽനാ നൗമക്കും സുബാത്താ, ഉറക്കിനെ നിങ്ങൾക്ക് വിശ്രമമാക്കി എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഉറക്ക്. ഉറങ്ങിയിട്ടില്ലെങ്കിൽ ശരീരത്തിന് നമ്മൾ ചെയ്യുന്ന അവകാശമാണ്. ഒരിക്കൽ ഉറങ്ങാതെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. ചില സഹാബികൾ അങ്ങനെ തീരുമാനിച്ചു, ഞങ്ങൾ ഉറങ്ങൂല, ഞങ്ങൾ നിസ്കാരത്തിലും ഇബാദത്തിലും മാത്രമായി കഴിയും ഉറങ്ങാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന ലി ജസദിക അലൈക ഹഖ്, നിങ്ങളുടെ ശരീരത്തിന് ചെയ്യേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്, ആ ബാധ്യത നിങ്ങൾ വീട്ടണം. നിങ്ങളുടെ നിങ്ങളുടെ ഭാര്യക്ക് അല്ലെങ്കിൽ ഭർത്താവിന് നിങ്ങളുടെ ഇണക്ക് വേണ്ടി ചെയ്യേണ്ട കടമയുണ്ട്, ആ കടമ നിങ്ങൾ വീട്ടണം. നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിന് ചെയ്യേണ്ട കടമയുണ്ട്, അതും വീട്ടണം. അപ്പോൾ ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തിന് ചെയ്യേണ്ട കടമയുണ്ട്, അത് വീട്ടണം എന്നതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. മുത്തുനബി അതാണ് പറയുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് ഉറക്ക്. ഭക്ഷണം കഴിക്കൽ അതിൽപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ ഉറങ്ങുക എന്നത് പരിശുദ്ധ ഇസ്ലാം നമ്മെ അനുവദിച്ചതാണെന്ന് മാത്രമല്ല, അത് ചെയ്യൽ നമുക്ക് കടമയാക്കിയതാണ്. ശരീരത്തിന് ക്ഷീണിപ്പിക്കുകയും ക്ഷയിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഉറങ്ങാതെ ശരീരത്തെ പ്രയാസപ്പെടുത്തുക എന്നത്, അപകടത്തിലേക്ക് ആക്കുക എന്നത്, രോഗിയാക്കുക എന്നത്, അത് ഖുർആൻ കർശനമായി വിരോധിച്ചതാണ്. വലാ തുൽഖു അയ്ദീകും ഇലാ തഹ്ലുക, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നാശത്തിലേക്ക് ഇടരുത് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറങ്ങാതെ ഇങ്ങനെ ഇരുന്നാല് ശരീരം ക്ഷീണിക്കുകയും ക്ഷയിക്കുകയും അതിന് രോഗമാവുകയും ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ ശരീരത്തിന് ഹക്കുണ്ട്. നമുക്ക് ഇബാദത്ത് ചെയ്യണമെങ്കിൽ, നിസ്കരിക്കണമെങ്കിൽ, നോമ്പനുഷ്ഠിക്കണമെങ്കിൽ നാം അല്പം ഉറങ്ങണം. ഏതെങ്കിലും ഒരു രാത്രി ഹയാത്താക്കണമെന്ന് പറഞ്ഞ രാത്രികളുണ്ടാവും, ഇബാദത്തുകളെ കൊണ്ട്. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയെ പോലെ, അതുപോലെ പെരുന്നാൾ രാത്രിയെ പോലെ, അങ്ങനെയുള്ള ഏതെങ്കിലും രാത്രിയെ പറ്റി അല്ല പറയുന്നത്. ശരീരത്തിന് ഉറങ്ങൽ ആവശ്യമാണ്. വജഅൽനാ നൗമക്കും സുബാത്ത, നമ്മൾ നിങ്ങൾക്ക് വിശ്രമമാക്കി. ശരീരം ഉണർന്നിരിക്കുന്ന ധാരാളം സമയങ്ങളുണ്ട്. എങ്കിൽ ശരീരത്തിനൊരു വിശ്രമം ആവശ്യമുണ്ട്. അത് ശരീരത്തിന്റെ പ്രകൃതി അങ്ങനെയാണ്. അതുകൊണ്ട് ഉറക്കാണത് എന്ന് ഖുർആൻ പറയുന്നു. ആ ഉറക്ക് വിശ്രമമാക്കി ഉറക്ക് മുത്തുനബി തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ചില സ്വഹാബികൾ ചെക്ക് ചെയ്യും, നബിതങ്ങൾ ഫുള്ള് ഇബാദത്തിലായിട്ട് കഴിയലാണോ ഉറങ്ങലാണോ. അപ്പോൾ അവർ പറയുന്നുണ്ട്, നബിതങ്ങൾ ഉറങ്ങുകയും ചെയ്യും ഇബാദത്ത് ചെയ്യുകയും ചെയ്യും. രാത്രി ഫുള്ള് ഉറങ്ങി, തഹജ്ജുദില്ല, ഒന്നുമില്ലാത്ത കോലത്തിലല്ല, മറിച്ച് ദീർഘമായ തഹജ്ജുദ് രാത്രി സമയങ്ങളിൽ അവിടുന്ന് നിസ്കരിക്കും. അതോടുകൂടെ ആവശ്യത്തിനുള്ള ഉറക്കും ഉണ്ട്. അപ്പൊ ഉറങ്ങണം, തഹജ്ജുദുകൾ നിസ്കരിക്കണം, ഇബാദത്തുകൾ ചെയ്യണം, ദിക്ർ ചെയ്യണം, അതോടുകൂടെ ഉറങ്ങുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇശാഇന് ശേഷം സംസാരിച്ചിരിക്കൽ കറാഹത്താണ്, പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇശാഇന് ശേഷം ദുന്യവിയായ സംസാരങ്ങൾ ഏർപ്പെട്ട് സമയം കളയുന്നത് കറാഹത്താണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ കറാഹത്താക്കി? അത് രാത്രി സമയത്ത് സുബഹിക്ക് മുമ്പ് തഹജ്ജുദ് നിസ്കരിക്കാൻ ഉണരില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇശാ നിസ്കരിച്ചാൽ, ഇശാ ബാങ്ക് കൊടുത്ത് നിസ്കാരം നിർവഹിച്ച് പിന്നീട് ആവശ്യമില്ലാതെ സംസാരിച്ചിരിക്കാൻ പാടില്ല.
ദുന്യവിയായ സംസാരങ്ങൾ ഉപേക്ഷിക്കണം. വിജ്ഞാനം പഠിക്കലോ അല്ലെങ്കിൽ പഠിപ്പിക്കലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചാൽ അത് കുറ്റമല്ല, കറാഹത്ത് വരില്ല. എങ്കിലും തഹജ്ജുദൊക്കെ മുടങ്ങുന്ന അവസ്ഥയിൽ ആവരുത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിലല്ലാത്ത സംസാരങ്ങളിൽ ഏർപ്പെടുന്നത് കറാഹത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. വേഗം ഉറങ്ങുക എന്നതാണ് മുത്തുനബിയുടെ ശൈലി. എന്നിട്ട് നേരത്തെ എഴുന്നേറ്റ് നിസ്കാരത്തിലേക്കും ഇബാദത്തിലേക്കും കടക്കും. ആ ശൈലിയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. മൊബൈലും നോക്കിയിരുന്ന് നമ്മുടെ ധാരാളം സമയങ്ങൾ വേസ്റ്റാക്കി പാതിര സമയത്തിലേക്ക് നാം എത്തിപ്പെടാറുണ്ട്. അത് മുത്തുനബിയുടെ ശൈലിയല്ല, മാർഗമല്ല. ഇവിടുന്ന് വേഗം ഉറങ്ങി നേരത്തെ ഇബാദത്തിലായിട്ട് എഴുന്നേറ്റ് നിസ്കാരവും ദീർഘമായ നിസ്കാരവും ദിക്റുകളും ചൊല്ലലായിരുന്നു, ഖുർആൻ പാരായണം ചെയ്യലായിരുന്നു അവിടുത്തെ ശൈലി, അവിടുത്തെ ജീവിതം. അതാണ് അവിടുന്ന് പഠിപ്പിച്ച ജീവിതം. അത് തന്നെയാണ് നമുക്കും വേണ്ടത്. കാരണം മനുഷ്യൻ രാത്രിയെ അള്ളാഹു ശരീരത്തിന് ഉറങ്ങാനുള്ള സമയമാക്കി വെച്ചതാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി അത് ഒന്നാമത്തെ അദബ് നേരത്തെ ഉറങ്ങുക എന്നത്. ഒന്നാമത്തെ അദബ് നേരത്തെ ഉറങ്ങുക, ഇശാഇനെ സംസാരിക്കൽ കറാഹത്താണ് എന്നത്. ഇനി രണ്ടാമത്തെ അദബ് ഉറങ്ങുമ്പോൾ തിരുനബി പഠിപ്പിച്ചൊരു പാഠമുണ്ട്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ബറാഇ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇദാ തൈത മൽജഅക ഫതവല്ല വളുഅക ലിസ്സലാ, നീ നിന്റെ കിടപ്പറയിലേക്ക് പോകുമ്പോൾ നീ നിസ്കാരത്തിന് വുളൂ ചെയ്യും പോലെ സുന്നത്തുകളൊക്കെ എടുത്തുകൊണ്ട് പൂർണ്ണമായതായ ഒരു വുളൂ ചെയ്യണം. മുത്തുനബിയുടെ കൽപ്പനയാണ്. അത് നമ്മൾ സുന്നത്തായിട്ട് എടുക്കണം, അത് ജീവിതത്തിൽ പകർത്തണം. അവിടുത്തെ സുന്നത്തുകളും അവിടുത്തെ ചര്യകളൊക്കെ ഇത്തിബാഅ് ചെയ്യണമെന്ന് നമ്മൾ പറയാറുണ്ട്, പഠിപ്പിക്കാറുണ്ട്. നമ്മൾ കഴിവിന്റെ പരമാവധി ചെയ്യണം. വുളൂ ഇല്ലെങ്കിൽ വുളൂ എടുത്തുകൊണ്ടായിരിക്കണം ഉറങ്ങേണ്ടത്. ചിലപ്പോൾ ഭർത്താക്കന്മാര് തൊട്ടാ വുളൂ മുറിയുമെന്ന് പറയാറുണ്ട്. അത് മുറിഞ്ഞാലും വുളൂ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ കിടക്കാൻ തുടങ്ങുന്നത്. അത് ഭർത്താവിനെ തൊട്ടാൽ ഭാര്യയെ തൊട്ടാൽ വുളൂ മുറിയുമെന്ന് നമ്മുടെ മദ്ഹബിൽ പറയുന്നുണ്ടെങ്കിലും അതിന് മുമ്പ് വുളൂ ചെയ്യണം. പിന്നെ തൊടുമ്പോൾ അത് വുളൂ മുറിഞ്ഞാലും ആ വുളൂ ചെയ്തു എന്ന നിലയ്ക്ക് തന്നെയുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കും. പിന്നെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരുമായുള്ള ബന്ധങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്താൽ പിന്നെ ഒന്നും കൂടി വുളൂ ചെയ്യൽ സുന്നത്താണ്. വുളൂ ചെയ്യൽ സുന്നത്താണ് ഉറങ്ങുന്നതിന് മുമ്പ്. വുളൂ ചെയ്യാതെ ഉറങ്ങൽ കറാഹത്തും വരുന്നതാണ്. അങ്ങനെ അയാൾ രണ്ടാമതൊന്ന് വുളൂ ചെയ്യണം. എങ്കിലും വീണ്ടും ചിലപ്പോൾ തൊട്ട് വുളൂ മുറിഞ്ഞെന്ന് വരും ശഫീ മദ്ഹബ് അനുസരിച്ച്. ആ വുളൂ മുറിയൽ അത് വുളൂ ചെയ്ത പ്രതിഫലം നഷ്ടപ്പെടുത്തുകയില്ല, ചെയ്യാതെ ഉറങ്ങിയവനെ പോലെ ആവുകയില്ല, ചെയ്തു ഉറങ്ങിയവനെ പോലെ തന്നെയായി മാറുന്നതാണ് എന്നുകൂടി മനസ്സിലാക്കുക. എന്ന് മാത്രമല്ല, വുളൂ ചെയ്തുറങ്ങുന്നതിന്റെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, മുത്തുനബി പഠിപ്പിച്ചു, മൻ ബാത ത്വാഹിറൻ ബാത ഫീ ശിആരിഹി മലക്കുൻ ഫലം യസ്തൈഖിൽ ഇല്ലാ ഖാല അൽ മലക്കു അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദിക ഫുലാൻ ഫഇന്നഹു ബാത ത്വാഹിറാ. ഒരാൾ ശുദ്ധിയാക്കിയതിനു ശേഷം ഉറങ്ങിയാൽ, രാത്രി താമസിച്ചാൽ അവന്റെ അടുത്ത് ഒരു മലക്ക് ഉണ്ടാകും. ആ മലക്ക് പറയുന്നതാണ്, അവൻ അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദിക ഫുലാൻ, അല്ലാഹുവേ ഈ അടിമക്ക് നീ പുറത്തു കൊടുക്ക്, നിന്റെ ഈ അടിമക്ക് നീ പുറത്തു കൊടുക്ക്. ഫഇന്നഹു ബാത ത്വാഹിറാ, അയാൾ ശുദ്ധിയായിട്ടാണ് ഉറങ്ങിയത്, വുളൂ ചെയ്തിട്ടാണ് ഉറങ്ങിയത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ പാഠം വുളൂ ചെയ്ത് ഉറങ്ങുക, നേരത്തെ ഉറങ്ങുക. ഈ രണ്ട് അദബ് മുത്തുനബി പഠിപ്പിച്ച അദബാണ്. ഇശാഇന് ശേഷം ആവശ്യമില്ലാതെ സംസാരിച്ചിരിക്കൽ, ദുന്യവിയായ സംസാരങ്ങൾ ഏർപ്പെടൽ കറാഹത്തുമാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്ത ആദാബുകൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിലായി നമുക്ക് പഠിക്കണം, അത് പ്രവർത്തിക്കണം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ.